സ്റ്റുഡൻസ്, ഈ സെക്ഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് BCom-ജിയിലെ ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടി. ഓക്കെ, അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ബിസിനസ് ലോയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ എക്സാംസ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഡിസ്റ്റിങ്വേഷൻ, അതായത് ഡിഫറൻസ് ചെയ്താൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. 20 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. സോ ആ ഡിഫറൻസ് ചെയ്ത് നിങ്ങൾക്ക് 20 മാർക്ക് സെക്യൂർ ചെയ്തുകൂടെ? ഡിഫറൻസ് ചെയ്താ എന്ന് പറയുന്നത് നോട്ട് എ ബിഗ് ടാസ്ക്, ശരിയല്ലേ? അതൊരു വലിയൊരു പണിയല്ല. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു റീഡിങ് അഥവാ നിങ്ങൾക്കൊരു മെമ്മറി പവർ ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് എഴുതാം. ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെങ്കിലും എഴുതാൻ സാധിക്കും. സോ ഡിഫറൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കാറ്റഗറിയിൽ ഞാനത് പെടുത്തുകയാണ്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഇതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ചത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിസിനസ് ലോയിൽ ഇത്ര ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എക്സാം എടുത്ത് നോക്കുമ്പോൾ ഓരോ ടോപ്പിക്സിൽ നിന്നും ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ടെസ്റ്റിൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഓരോ ടോപ്പിക്സായിട്ട് നമുക്ക് കുറച്ച് ഒരു നോളജ് വേണം നമുക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാർട്ണർഷിപ്പ് പഠിക്കുകയാണ്. അപ്പോൾ എന്ത് പഠിക്കണം? പാർട്ണർഷിപ്പ് എന്താണെന്ന് പഠിക്കണം, അല്ലേ? അതിൻ്റെ റൈറ്റ്സ് പഠിക്കണം. ഒരു പാർട്ണറിന് ഉണ്ടാകുന്ന റൈറ്റ് പഠിക്കണം. എന്തൊക്കെയാണ് പാർട്ണറിൻ്റെ ലയബിലിറ്റീസ്, എന്തൊക്കെ ടൈപ്പ് പാർട്ണർഷിപ്പ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട് എന്നൊക്കെ പഠിക്കില്ലേ? അതുപോലെ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് അറിയണം. ഇപ്പം സാധാരണ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഈ ക്വസ്റ്റ്യനിൽ നിന്ന്, പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ലയബിലിറ്റീസ് എന്താ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്താണ്, പിന്നെ എന്താ അതിൻ്റെ ടൈപ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച് പോകാമെന്ന് ഞാൻ ഒരിക്കലും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ കാണിച്ചു തരാമെന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറൻസ് എടുത്ത് വച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ എന്താ, വോയിഡ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഇതാക്കാൻ. ഇവിടെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തുകൂടെ? വോയിഡ് ആൻഡ് വാലിഡ് കോൺട്രാക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലടാ, വോയിഡബിൾ അങ്ങനെയൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പം ലിങ്ക് ചെയ്തിട്ട് വേണം എല്ലാം പഠിക്കാൻ. എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. വേറൊരു അറ്റംപ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താ, 20 മാർക്കിനല്ല 11 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. 10 മാർക്ക്. ഓക്കെ, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി, അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തുകൂടെ? ഡിഫൈൻ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ചോദിച്ചൂടെ? ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. പല അറ്റംപ്റ്റിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ എന്താ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കണതിൻ്റെ ഒപ്പം എന്ത് നോക്കണം? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് രസ് ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ല 10 മാർക്കിൻ്റെ വരികയാണെങ്കിൽ എഴുതാനുള്ളത് നിങ്ങൾ ടെസ്റ്റിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. പിന്നെന്താ, കോയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോയേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതും ജസ്റ്റ് നോക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. സെയിൽസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ടു സെയിൽ, എന്താണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടീഷൻ ആൻഡ് വാറൻറ്റി ഡിഫറൻസ്, പിന്നെ ചോദിച്ച നെഗോഷിയേഷൻ ആൻഡ് അസൈൻമെൻറ്റ് ഡിഫറൻസ് ചെയ്താൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഇതിനു മുമ്പ് ചോദിച്ചാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എന്നാലും ഇതാണ് കൂടുതലും വട്ടം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അടുത്ത എക്സാമിന് എന്താ ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ടെസ്റ്റിൽ നിന്നെടുത്ത് ചോദിക്കാൻ പറയാൻ പറ്റില്ല. അതാണ് ലോയിൻ്റെ ഒരു പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരും. 4 ഐറ്റംസ് എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. മിക്ക എക്സാമിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പത്തെ അതേ രീതിയിലുള്ളൊരു പാറ്റേൺ തന്നെ. അതായത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 5 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ 4 അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 മാർക്കായി. അതിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഏതൊക്കെ വരുമെന്നല്ലേ, ശരിയല്ലേ? എന്നാലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പാർട്ണർഷിപ്പ് ഫെയിമിൻ്റെ രജിസ്ട്രേഷൻ, കണ്ടീഷൻ ആൻഡ് വാറൻറ്റി, ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ ഇനി പഠിക്കണം വേണ്ട. അതുപോലെ എന്താ, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ്, അൺപെയ്ഡ് സെല്ലർ, ഇതൊക്കെ എന്താ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കേണ്ടത്. ഇറവോക്കബിൾ ഏജൻസി, ഇതെന്താ റിപ്പീറ്റിംഗ് ആണ്. കോയേഷൻ ചോദിക്കാം. ഓക്കെ,
പിന്നെ കോൺട്രാക്റ്റിൽ നിന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുക. ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. കോൺട്രാക്റ്റിൽ നിന്ന് എലിമെൻറ്റ്സ് ചോദിക്കാം. എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ചോദിക്കാം. അതുപോലെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്, വാട്ട് ഈസ് കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ. ഓക്കെ, കോൺട്രാക്റ്റിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഏരിയ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ കൺസിഡറേഷൻ, എന്താണ് കൺസിഡറേഷൻ, ഓക്കെ, അതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ പഠിക്കാം. അതും ഈ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് ഡിഫൈൻ ദ ടേം ഗുഡ്സ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ്, അതായത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്റ്റില്ലേ, ആ പാഠം ജസ്റ്റ് നന്നായിട്ട് നോക്കുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഫൈൻഡർ ഓഫ് ഗുഡ്സ്, ഹൂ ഈസ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അത് നോക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെന്താ ലോയാണ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഏരിയാസ് വേണം നോക്കാൻ. അപ്പോൾ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്റ്റും കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ആ പാഠമില്ലേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാക്റ്റ് ആക്ട്. ഓക്കെ, ഇനി എന്താ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ്, വെരി റിപ്പീറ്റീവ് ക്വസ്റ്റ്യൻ, സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചേക്കാണ്. ഇനി മൈനർ എന്താ, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ വരാതിരിക്കാം, പക്ഷെ വന്നിട്ടുണ്ട്. ഓക്കെ, മൈനർ ആരാണ്, അതിൻ്റെ പ്രൊവിഷൻസ്, കുറച്ച് കാര്യങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. കാരണം എന്താ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മൈനറിൻ്റെ അവിടെ ചെയ്യില്ല, മൈനറിലെ ക്വസ്റ്റ്യൻസുകൾ വായിക്കുക, ടെസ്റ്റ് എടുക്കുക, വായിച്ചു നോക്കുക. ബെയിൽമെൻറ്റ് ടോപ്പിക് നോക്കുക. ഓക്കെ, ബെയിൽമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ് ചോദിക്കാം, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്, ഇതൊക്കെയാണ് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ പാർട്ണർഷിപ്പ് ഏരിയ പോയി നോക്കുക. ഓക്കെ, പാർട്ണർഷിപ്പ് ഏരിയയിലെ ടെസ്റ്റിൽ എടുക്കാൻ നോക്കാം. പിന്നെ അക്സെപ്റ്റൻസ് അല്ലേ, ഹു ക്യാൻ അക്സെപ്റ്റ് ആണ്, ആ ഓഫറിൻ്റെ ഏരിയ നോക്കണം. അക്സെപ്റ്റിൻ്റെ ഏരിയ നോക്കണം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ഓഫർ ചെല്ലുക, അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിരുന്ന് പഠിക്കുക. ഇനി ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, നെഗോഷിയേഷൻ ഇൻസ്ട്രുമെൻറ്റ്, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഏരിയയിൽ പോവുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിപ്പോയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇത് തന്നെ വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ മറ്റുള്ള സബ്ജക്റ്റ് പോലെ അല്ല ഇത്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാം, ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വീണ്ടും വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ മാറാല്ലേ, ടൈപ്സ്, അങ്ങനെയുള്ള എലിമെൻറ്റ്സ്, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എന്താണോ അറിയണത് അത് എഴുതി വെക്കുക. കാരണം എന്താ, നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയില്ല, അതും പറഞ്ഞ് ഇറങ്ങിയല്ല പോകേണ്ടത്. നിങ്ങൾക്ക് എന്താണ് അതിനോടനുബന്ധിച്ച് അറിയുന്നത് അത് എഴുതിയിട്ട് ഇറങ്ങിയാൽ മതി. ജസ്റ്റ് ഒരു ഡിഗ്രി എക്സാമാണ്, മാർക്ക് കിട്ടും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് LLPയും പാർട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അതൊരു പോസിബിൾ ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുണ്ട്. പ്രോമിസറി നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ പ്രോമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താ, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ്, ഇമ്പോർട്ടൻറ്റ്. ഫ്രോഡ്, ആ ഏരിയ നോക്കണം. പിന്നെ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആ ഏരിയയിൽ അത് നോക്കണം. അതുപോലെ മൈനർ ക്യാൻ ബി ആൻ ഏജൻറ്റ്, മൈനറിന് ഏജൻ്റ് ആവാൻ സാധിക്കുമോ, അതൊക്കെ നോക്കുക. ഓക്കെ, പിന്നെ ലീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് വേണം പോകാൻ. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അത് നോക്കണം. രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്താണ് അതിൻ്റെ എഫക്ട്സ്, അത് ടെസ്റ്റിലില്ലേ. ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇത് മാത്രം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുകയല്ല ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഈ PDF എടുക്കുക, ഞാൻ തരുന്ന ഈ PDF എടുക്കുക, അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എടുക്കും, ടെസ്റ്റ് എടുക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കുക. അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് റിപ്പീറ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറേയൊക്കെ പറഞ്ഞില്ല, അതെന്തായാലും പഠിക്കുക. മൈനറിൻ്റെ അവിടെ പോവുക, മൈനർ എന്തൊക്കെ പറയുന്നുണ്ട്, മൈനറിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, മൈനറിൻ്റെ റൈറ്റ്സ് പറയുന്നുണ്ടില്ലേ, ഇതൊക്കെ നോക്കുക. കൺസിഡറേഷൻ, പിന്നെ ഇതെല്ലാം റീഡ് ചെയ്യണം. ഡിഫറൻസ് എല്ലാം റീഡ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ എഴുതാൻ സാധിക്കും. ശരിയല്ലേ, കുറച്ച് ടേംസുകൾ പഠിച്ചു വെക്കുക. ലോൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജ് കീപ്പ് ചെയ്തെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ
അപ്പോൾ ഈ സെക്ഷനിലൂടെ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ് ഇത് തന്നെ പഠിച്ച് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ലോ ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ മനസ്സിലാവും സെയിം ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്, അതിനോട് റിലേറ്റ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം നിങ്ങളിപ്പോൾ എലിമെൻറ്റ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ടൈപ്സ് ചോദിക്കാം, അങ്ങനെ പലതും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ഈ ടൈപ്സ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹെഡിങ് അതുപോലെ തന്നെ പഠിക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ, റീഡ് ചെയ്ത് പോവുക. എന്നിട്ട് എന്താ നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ആ ഹെഡിങ് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ തന്നെ ഇവാലുവേറ്റർ എന്ത് ചെയ്യും, മാർക്ക് തരും. എന്നിട്ട് നിങ്ങളുടെ മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു നിയർ ബൈ ഫുൾ മാർക്കിൻ്റെ അടുത്ത് വരെ എത്താനെങ്കിലും സാധിക്കും. സോ ഈ സെക്ഷൻ ഇത്രയും ഉള്ളൂ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നോട്ട്സ്, അപ്ഡേറ്റ്സ്, ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടും. ജോയിൻ ചെയ്യാവുന്നതാണ്.